പൗരത്വ ബില്ലിനെതിരെ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സമ്മേളനം വിളിക്കുമ്പോൾ ഒരു ഘോഷ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സമ്മേളനം, ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമ്പോൾ ആയിരങ്ങളും പതിനായിരങ്ങളും തടിച്ചുകൂടുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഇൽമിന്റെ ചൈതന്യം മനസ്സിലാക്കാൻ ഒരു മജ്ലിസ് നമ്മൾ വിളിച്ചുകൂട്ടുമ്പോൾ അതിലേക്ക് വരാൻ ഈ ഉമ്മത്ത് പിറകോട്ട് പോകുന്നു, വെറുപ്പ് കാണിക്കുകയാണ്. നമ്മൾ ശുദ്ധിയാകണം, നമ്മൾ പരിശുദ്ധരാകണം. നമ്മൾ മാറാത്തിടത്തോളം കാലം അള്ളാഹു നമുക്കെതിരെയുള്ള നിയമങ്ങൾ മാറ്റുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നമ്മൾ മാറിയാലേ അള്ളാഹു നമുക്ക് അനുകൂലമായ നിലപാടെടുത്തരുള്ളൂ. നമ്മൾ കളിച്ചും ചിരിച്ചും ഒക്കെ കഴിഞ്ഞു കൂടിയിട്ട് ഇൻകുലാബ് സിന്ദാബ് ഖൂലു തക്ബീർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് റോഡിലൂടെ ഭയങ്കരമായിട്ട് മുഷ്ടി ചുരുട്ടി നമ്മൾ പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ ജമാഅത്ത് നിസ്കാരം പള്ളിയിൽ നടക്കുകയാണ്. ചെറുപ്പക്കാർ മുഷ്ടി ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ഇൽമിന്റെ വഴികളിലൂടെയും നമസ്കാരത്തിലൂടെയും ദുആയിലൂടെയും ദിക്റിന്റെ മജ്ലിസുകളിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ സ്വാധീനിക്കാൻ പറ്റുക. പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം, സമരത്തിന് ഇറങ്ങണം, അതൊക്കെ സംഭവിച്ചത് തന്നെയാണ്. പക്ഷേ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള വഴികളാണ് നമ്മൾ ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ആ മജ്ലിസിനെ നമ്മൾ ആദരവോടെ കണ്ടുകൊണ്ട് അതിലേക്ക് നമ്മൾ വന്ന് നമുക്ക് എന്താണ് ഇതിനുള്ള പോംവഴി എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഈ ഇട്ടാവട്ടത്തിലുള്ളവരെല്ലാം മുസ്ലിം സഹോദരങ്ങളാണ്. നമ്മുടെ ഈ സംഘടന 10 വർഷമായി അൽഹംദുലില്ലാ ഒരുപാട് നന്മകളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒരു ഏകദിന പരിപാടി ഇന്ന് സംഘടിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മളെല്ലാവരും അതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ ഒരു ദുആ നമുക്ക് ചെയ്താൽ നന്നായിരിക്കുമെന്നുള്ളൊരു ചിന്തയോടുകൂടി, ഒരു ഉണർവോടുകൂടി നമ്മൾ വീടുകളിൽ നിന്ന് ഇറങ്ങി വരണം. പക്ഷെ ഇപ്പോഴും നമ്മൾ കളിയിലും ചിരിയിലുമാണ്. നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഓരോ മേഖലകളും ശുദ്ധിയാകണം, നമ്മുടെ ഓരോ മേഖലകളും സംസ്കരിക്കപ്പെടണം. ഇസ്ലാമികപരമായ ചൈതന്യം നമ്മുടെ വീടുകളിലും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ഓരോരോ മേഖലകളിലും സമസ്ത മണ്ഡലങ്ങളിലും ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമ്മെ തേടിയെത്തുള്ളൂ. സഹാബാക്കൾ അങ്ങനെയാണ് അള്ളാഹിന്റെ സഹായം ചോദിച്ചു വാങ്ങിയത്. ബദരീങ്ങൾക്ക് അങ്ങനെയാണ് അള്ളാഹു തആല സഹായം നൽകിയത്. സഹാബാക്കൾ എല്ലാവരും ഒട്ടിയ വയറുമായി നോമ്പം പിടിച്ചിട്ട് ബദറിൽ കിടക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കം ഒഴിവാക്കിയിട്ട് ദുആ ചെയ്യാണ്. പാതിരാത്രി എഴുന്നേറ്റ് നിന്നിട്ട്, അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കപ്പെടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കപ്പെടച്ചവനെ. നാളത്തെ നേരം വെളുക്കുമ്പോ ആയിരങ്ങൾ പതിനായിരങ്ങളായ ശത്രുക്കൾ വരുമ്പോ സാധുക്കളായി 300 ചില്ലുവാന സ്വഹാബത്തിനെ നീ തവിട് പൊടിയാക്കിയാൽ നിന്നെ ഈ ഭൂമുഖത്ത് ആരാധിക്കാൻ ആരും കാണില്ല പടച്ചവനെ. ആത്മാർത്ഥമായി ദുആ ചെയ്തു. നബി തങ്ങൾ ദുആ ചെയ്ത് തങ്ങളുടെ ശരീരത്തിലെ ഷാള് താഴെ വീണുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തിട്ട് പറഞ്ഞു, കഫാക യാ റസൂലല്ലാഹ്, നിർത്തിൻ നബിയെ, മതി നബിയെ, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് നബിയെ. അല്ലാഹ് അങ്ങേ നിന്ദിക്കൂല, അല്ലാഹ് നമ്മെ പരാജയപ്പെടുത്തൂല. അതുകൊണ്ട് നബിയെ അങ്ങ് വിശ്രമിക്ക്, നിർത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഒരു വെപ്രാളായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോലും സമാശ്വസിപ്പിക്കാൻ അതിന്റെ ഗൗരവ നബിതങ്ങൾക്ക് അറിയായിരുന്നുള്ളൂ, സ്വഹാബാക്കൾക്കൊന്നും അറിയില്ല. എന്ന് പറയുന്ന പോലെ നമുക്ക് ഇതിന്റെ ഗൗരവം, ഇന്ന് നമ്മൾ നേരിടാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവം ഇതിന്റെ നേതാക്കന്മാരായ, ഇതിന്റെ നേതൃസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന മെയിൻ പണ്ഡിതന്മാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ഗൗരവം അറിയുള്ളൂ. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്ക് ഇത് അറിയില്ല. നമ്മൾ വിചാരിക്കും ഏറെ ഒരു NRC കുറച്ച് വേളമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് ദൂരെ കളയും എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അതല്ല, വിഷയം വലിയ ഗൗരവമേറിയതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഇറങ്ങിയ അതേ ശിക്ഷകളാണ് വരാൻ പോകുന്നത്. ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ ആ നാട്ടിൽ നിന്ന്, പിറന്ന മണ്ണിൽ നിന്ന് തുരത്തി ഓടിക്കാനുള്ള പരിശ്രമം അവിടുത്തെ പ്രതിയോഗികൾ, ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ചെയ്തിരുന്നു. അതേ ആ ഒരു ക്രമമാണ് ഇന്നും ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരെയും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആട്ടിയോടിക്കുന്നതിന് വേണ്ടി ഭയങ്കരമായ പരിശ്രമം നടത്തുകയും ആട്ടി ഓടിക്കുകയും ചെയ്തു. പക്ഷേ അതേ ഒരു പാരമ്പര്യമാണ് ഇന്നും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകണ്ട. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കുമെന്നും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുമെന്നും പരിശുദ്ധമായ ആയത്ത് അല്ലാഹു തആല ഇറക്കി അവതരിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഈ മുശ്രിക്കീങ്ങൾ ഗൂഢാലോചന നടത്തുകയാണ് നബി തങ്ങളെ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കാൻ. അപ്പോഴേക്കും ജീവിച്ചിരുന്ന അബൂ താലിബ് നബി തങ്ങളുടെ കൊച്ചാപ്പ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കണം, മോനെ നിനക്കറിയോ, നിനക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, നിനക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ എനിക്കറിയാം. അവരുടെ ഗൂഢാലോചന എന്താണ്? ഒന്നുകിൽ എന്നെ അവർ തടങ്കിൽ പാർപ്പിക്കണം, ഇന്നത്തെ അതേ സിസ്റ്റം, തടവിൽ പാർപ്പിക്കാം. അല്ലെങ്കിൽ അവരെന്നെ പുറത്താക്കണം, ഇന്നത്തെ സിസ്റ്റം. 3 അവരെന്നെ കൊന്നുകളയണം. ഈ 3-4 കാര്യമാണ് അവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബിതങ്ങൾ എന്ന് പറഞ്ഞ വാക്കാണത്. അബൂ താലിബ് പറഞ്ഞു, മോനെ നിനക്ക് എങ്ങനെ അറിയാം? നഅം, അത് തന്നെ. ആരാണ്? മൻ അഖ്ബറക ഹാദാ, ആരാ നിനക്ക് അറിയിച്ചു തന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഖ്ബറനി റബ്ബി, എൻ്റെ റബ്ബാണ് എനിക്കത് അറിയിച്ചു തന്നത്. അബൂ താലിബ് പറഞ്ഞു, നിഅമ റബ്ബു റബ്ബുക്, നിന്റെ റബ്ബ് ഏറ്റവും ഉത്കൃഷ്ടനായ റബ്ബാണ്. ആ റബ്ബ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തത്, അറിയിച്ചു കൊടുത്തത് അറിയോ? അവനെ പുറത്താക്കാൻ പോവാൻ ആണ് ആയത്തിറക്കി അല്ലാഹു തആല. بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. പരിശുദ്ധമായ ഖുർആനിൽ വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന മുശ്രിക്കീങ്ങളെ കുറിച്ച് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. നബിയേ, അവരിതാ ഗൂഢാലോചന നടത്തുകയാണ്. ഒന്നുകിൽ അങ്ങയെ വധിക്കാനാണ്, അല്ലെങ്കിൽ അങ്ങയെ തടവിൽ പാർപ്പിക്കാനാണ്, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാനാണ് അവർ ഗൂഢതന്ത്രം മെനയുന്നത്. നബിയേ, അവരെക്കാൾ ഗൂഢതന്ത്രത്തിൽ മഹാ അഗ്രഗണ്യൻ ഞാനാണ് നബിയേ. അവരെയൊക്കെ തറപറ്റിക്കാൻ എനിക്കറിയാം നബിയെ. അല്ലാഹു തആല പറഞ്ഞെടുക്കാണ്. ഇതേ അള്ളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട് ഈ ആയത്തിന്റെ തുടക്കം, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, തയ്യാറുണ്ടോ എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാനാ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പോംവഴി അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തരുമത്രേ. നമ്മൾ ഭയപ്പെടണം. ഒരു ഇൽമിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ അത് വന്നിരുന്ന് വാഴ്ന്നു കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊരു താല്പര്യം ഇല്ല. പിന്നെ അങ്ങനെ അള്ളാന്റെ സഹായം ഉണ്ടാവുക? നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹയെ ഭയപ്പെടാൻ താല്പര്യമുണ്ടോ? അല്ലാഹയെ ഭയപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. യജ്അൽ ലക്കും ഫുർഖാന. മാത്രമല്ല, വയുകഫിർ അൻകും സയ്യാത്തിക്കും, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ മാപ്പ് ചെയ്യാം. വല്ലാഹു ദുൽ ഫളിൽ അളീം, അല്ലാഹു ഏറ്റവും കൂടുതൽ കരുണയുള്ളവനാണ്, ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നവനാണ്, ഏറ്റവും കൂടുതൽ ഔദാര്യമുള്ളവനാണ്. നമ്മുടെ പാവം പുറത്തരും, തെറ്റുകൾ മാപ്പ് ചെയ്തു തരും, വിട്ടുവീഴ്ച ചെയ്തു തരും, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പോംവഴിയും ഉണ്ടാക്കി തരും. നിങ്ങളെപ്പോ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി നിങ്ങൾ മാറിയാൽ. ഭയപ്പെടണം, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമുക്കതേ ഉള്ളു വഴി, വേറെ ഒറ്റൊരു വഴിയില്ല. നമുക്കൊരു പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കുറെ സൈന്യ സപ്പോർട്ടോ അല്ലെങ്കിൽ പോലീസ് സപ്പോർട്ടോ കുറെ ഹിന്ദുക്കളെ സപ്പോർട്ടോ കുറെ ക്രിസ്ത്യാനികളെ സപ്പോർട്ടോ, ഇതൊന്നും നമുക്ക് സപ്പോർട്ടോ. നമ്മുടെ സപ്പോർട്ട് ഊപ്പർ വാല,
അള്ളാഹുവാണ് നമ്മുടെ സപ്പോർട്ട്. അത് കിട്ടിയുണ്ടല്ലോ ഒറ്റ ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. ബദരീങ്ങൾ അള്ളാഹ് ഇറക്കിയത് അങ്ങനെയാണ്. ബദരീങ്ങളിൽ അള്ളാഹ് ഇറക്കി മലക്കളെ, അതേ മലക്കളെ ഡൽഹിയിൽ ഇറക്കണം അള്ളാഹു തആല. അതിന് നമ്മൾ അള്ളാഹുവിനോട് പ്രസ് ചെയ്യണം. അതാണ് വേണ്ടത്. നമ്മൾ അള്ളാഹുവിനോട് പ്രസ് ചെയ്യണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹിർക്കൽ രാജാവിനോട് സഹാബാക്കൾ ഹിർക്കൽ രാജാവിന്റെ പട്ടാളം സഹാബാക്കളുമായിട്ട് ഏറ്റുമുട്ടി. ഹിർക്കൽ രാജാവിന് 1000-ലധികം പട്ടാളങ്ങളായിരുന്നു. അശ്വാരൂഢന്മാരാണ്. അത്യാധുനിക ആഡംബരങ്ങളോടുകൂടി ആയുധധാരികളായ പ്രതിയോഗികൾ യുദ്ധകളത്തിൽ നിരന്നു നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അങ്കുലി പരിമിതമാണ്. പക്ഷെ സ്വഹാബാക്കൾ അവിടെ വിജയിച്ചു. ഹിർക്കലിന്റെ പട്ടാളം പരാജയപ്പെട്ടു. റോമൻ ചക്രവർത്തി തകർന്നടിഞ്ഞു. ഹിർക്കൽ രാജാവ് വിളിച്ചുകൂട്ടി അവരുടെ സൈന്യാധിപന്മാരെ, മേധാവികളെ മുഴുവനും വിളിച്ചിട്ട് ചോദിച്ചു, അലൈസു ബശ്റം മിസ്ലക്കും, നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്തവർ മനുഷ്യരല്ലേ? ചോദിച്ച ചോദ്യമാണ്, മനുഷ്യരല്ലേ? ഖാലു, അവർ പറഞ്ഞു, അതെ, നഅം, മനുഷ്യരാണ്, ഞങ്ങളെപ്പോലെ മനുഷ്യരാണ്. രണ്ടാമത് ഹിർക്കൽ രാജാവ് ചോദിച്ചു, അൻതും കസീറുൻ അം ഹും, നിങ്ങൾ ഭൂരിപക്ഷമായിരുന്നോ അതോ അവർ ഭൂരിപക്ഷമായിരുന്നോ? ഇവര് പറഞ്ഞു, നഹനു അക്സറു അൽആഫൻ മുളാഅഫ അലാ കുല്ലി മവാത്തിന, ഓരോ മേഖലകളിലും ഞങ്ങൾ ധാരാളമായിരുന്നു, ഭൂരിപക്ഷമായിരുന്നു, അവർ ന്യൂനപക്ഷമായിരുന്നു. മുസ്ലിമീങ്ങളെ സ്വഹാബാക്കൾ ന്യൂനപക്ഷം, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭൂരിപക്ഷം. ഇന്നും അങ്ങനെ, അന്നും അങ്ങനെ. പക്ഷേ ന്യൂനപക്ഷം വിജയിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റോടിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത്? ചോദിച്ചു. എല്ലാരും മിണ്ടാതെ നിൽക്കാണ്. പട്ടാള സൈന്യം രാജാവിന്റെ മുന്നിൽ വിറങ്ങലിച്ച് പേടിച്ച് നിൽക്കാണ്. പരാജയപ്പെട്ടു പോയില്ലേ? ന്യൂനപക്ഷത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടില്ലേ ആയുധധാരികൾ? അപ്പോ അവരുടെ സൈന്യാധിപന്മാരിൽ നിന്ന് അവരുടെ ഒരു മേലാളൻ, ഒരു മേലുദ്യോഗസ്ഥൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ലയോ ചക്രവർത്തി. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചു പറയാണ്, ومن أجل أننا نشرب الخمر ونزني ونبغض ونسخط وننقض الأحداء, നമ്മൾ പരാജയപ്പെടാനും ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ വിജയിക്കാനുമുള്ള കാരണം ഞാൻ പറയട്ടെ. ഞാൻ അവരിൽ നിന്ന് കണ്ട ചില അത്ഭുതങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ അങ്ങേക്ക് വിവരിച്ചു തരാം. വമിൻ അജ്ലി അന്നഹും, ആ ന്യൂനപക്ഷം വിജയിക്കാനുള്ള കാരണം, യഖൂമൂനൽ ലൈല, അവര് പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു കാണുകയുണ്ടായി. വയസൂമൂനൻ നഹാർ, അവർ പകലിന്റെ സമയങ്ങളിൽ നോമ്പെടുത്തവരാണ്. വയതസാഫൗന ബൈനഹും, പരസ്പരം തമ്മിലടിക്കാതെ കൈകോർത്ത് സഹോദര്യം നിലനിർത്തിയവരാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ പരസ്പരം നന്മ ഉപദേശിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്നവരായിരുന്നു. ആര്? ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ. സൈന്യാധിപൻ പറയാണ്, ഞാൻ കണ്ട കാഴ്ചയാണ്, രാത്രി അവർ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു. യഖൂമൂനൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവോട് ചോദിക്കുകയാണ്, ഉടച്ചവരെ റബ്ബേ, നമുക്ക് ആർക്കെല്ലാം രാത്രി എഴുന്നേക്കാൻ പറ്റുമോ? 12 മണി 12:30 വരെ നെറ്റിൽ കളിക്കാൻ സമയമുണ്ട്. 12-12:30 വരെ നെറ്റിൽ കളിക്കാൻ നമുക്ക് സമയമുണ്ട്. ഇശാ നമസ്കരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അത്യാവശ്യം പണികളൊക്കെ ഒതുക്കിയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 4:30, ഇപ്പൊ 5-5:15 ബാങ്ക്, ഒരു 4:45 എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരാൻ എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. നെറ്റ് കളിക്കാൻ സമയമുണ്ട്, ലൈൻ അടിക്കാൻ സമയമുണ്ട്, ചാറ്റിങ്ങിന് സമയമുണ്ട്. മണിക്കൂറുകളോളം നമ്മൾ ചാറ്റും, 10 മിനിറ്റ് ഈ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ വീടിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാന്റെ മുന്നിൽ ഒന്ന് കരയാൻ, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. ന്യൂനപക്ഷത്തെ അള്ളാഹ് വിജയിപ്പിച്ചത് വമിൻ അജ്ലി അന്നഹും യഖൂമൂനൽ ലൈല, അവർ പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചതിനാലാണ്. പാതിരാത്രി നമസ്കാരം
ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ അങ്ങനെ തന്നെയാണല്ലോ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പാതിരാത്രി തന്റെ പാർശ്വങ്ങളെ വിരിപ്പിൽ നിന്ന് അകറ്റിയിട്ട് അള്ളാഹുവിന്റെ ദർബാറിൽ ഇരു കരങ്ങളും നീട്ടി പൊട്ടിക്കരഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുവിനോട് അവരുടെ വിഷമങ്ങളും ആവലാദികളും പറഞ്ഞുകൊണ്ട് അവരുടെ കൈവശമുള്ളത് സദഖകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തെ അവർ തേടിയവരാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷമായ സ്വഹാബാക്കൾ ആയിരക്കണക്കായ ശത്രുക്കളുടെ മുന്നിൽ വിജയം വരിച്ചത്. പകലിന്റെ സമയങ്ങളിൽ അവർ നോമ്പെടുക്കുമായിരുന്നു. ഒട്ടിയ പയറുമായി ആയിരക്കണക്കായ ശത്രുക്കളുടെ മുന്നിൽ പടപൊരുതിയില്ലേ ബദരീങ്ങൾ. അവർക്ക് വിശപ്പ് സഹിക്കുക, അവരുടെ അത്താഴത്തിന് പോലും വയറ് നിറച്ച് കഴിക്കാനുള്ള റൊട്ടിയോ കാരക്കയോ ഇല്ല. പട്ടിണി കിടന്നുകൊണ്ട് നോമ്പെടുത്തിട്ട് ഇന്ന് നമ്മൾ ഈ തിരുമുറ്റത്തിരുന്നു കൊണ്ട് സ്വതന്ത്രമായി വാത് കേൾക്കാൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് ബദറിൽ അടരാടിയ ആ സഹാബാക്കളാണ് അതിനുള്ള കാരണം. അന്നും അവർ നോമ്പെടുത്തുകൊണ്ടാണ് പൊരിവെയിലിൽ അടർക്കളത്തിൽ അടരാടിയത്. അവിടെ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചെങ്കിൽ പകലിൽ അവർ നോമ്പെടുത്തവരായിരുന്നു. നമ്മള് തിങ്കളും വ്യാഴം നോമ്പെടുക്കണം. അയ്യാമുൽ ബീദ് മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കണം. എന്നിട്ട് ദ്വാരക്ക് എല്ലാവരും ഒന്ന് ദ്വാരക്ക് അങ്ങനെ നോമ്പെടുക്ക്. അങ്ങനെ നോമ്പെടുത്തിട്ടും ദ്വാരക്ക് നാളെ തിങ്കളാഴ്ച ഒന്ന് നോമ്പെടുക്ക് ഇൻഷാ അല്ലാ. 22-ാം തീയതി നിയമം തീരുമാനം വരുന്നത് വരെയെങ്കിലും ഒരു നോമ്പെടുക്ക്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഈ ഒരു നിയത്തിൽ പടച്ചവനെ ഞങ്ങൾക്ക് അനുകൂലമായ വിധി. ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ ആരെയും ദ്രോഹിക്കുന്നവരോ തീവ്രവാദികളോ ഭീകരവാദികളോ ഒന്നുമല്ല. ഞങ്ങൾ പിറന്ന മണ്ണിൽ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബം അല്ലാഹുവേ നിന്നെ വഴിപ്പെട്ട് സ്വതന്ത്രമായി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം, അതിനുള്ള സ്വാതന്ത്ര്യം നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം. ഞങ്ങളുടെ പാപങ്ങൾ മാപ്പ് ചെയ്യണം. അതിന്റെ പേരിൽ ഞാനിതാ നേർച്ച നേരുകയാണ് നോമ്പ്. ഇൻഷാ അല്ലാഹ് പടച്ചവനെ നീ ഞങ്ങളുടെ ഈ നോമ്പ് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് തീരുമാനോട് സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്താ എടുക്കാൻ തയ്യാറുണ്ടോ? നോമ്പെടുക്ക പട്ടിണി കിടക്കാൻ അതൊക്കെ നമുക്ക് പാടാണ്. സൂചിച്ച് അൽഫാമും തന്തൂരിയും മന്തിയും തിന്ന് നമുക്ക് ഇപ്പൊ ഈ ഒരു ദിവസം നോമ്പെടുക്കൽ വലിയ പാടായില്ല. എന്നിട്ട് സഹായം വേണം പോലും. മോഡിയെ ഓടിക്കണോ അയാളെ ഓടിക്കണോ നടക്കുന്ന കാര്യമാണ്. ബദരീങ്ങളെല്ലാം രക്ഷപ്പെടുത്തിയതും സഹാബാക്കളെ രക്ഷപ്പെടുത്തിയത് പോലെ തന്നെയാണ്. സഹോദരിമാർക്ക് നോമ്പെടുക്കാം. എന്നിട്ട് റമദാൻ മാസത്തിൽ ഖളാ ആയതൊക്കെ ഇതിനകത്തോട്ട് കൂട്ടിക്കോ. ഒരു പടിക്ക് 2 പക്ഷി. ഇതും കിട്ടും അതും കിട്ടും. റമദാനിൽ പോലുള്ള നോമ്പ് പോയതൊന്നും തിരിച്ച് ഖളാ വിട്ടുന്ന പരിപാടിയൊന്നുമില്ല. റമദാനും ബാക്കിയുള്ള 11 മാസം തിന്നല് തന്നെ. ഇതൊക്കെ എന്നാ ഖളാ വിട്ടുന്നത്? ഇതൊക്കെ ഖളാ വിട്ടാതെ കബറിൽ പോയിട്ട് കുത്തുകൊള്ളാൻ വേണ്ടി മലക്കളുടെ കുത്ത് ഖളാ വീട്ടിക്കൊള്ളൂ. നമുക്ക് എത്ര നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു, അത് മുഴുവനും ഖളാ വിട്ടു. അപ്പൊ നമ്മുടെ സഹോദരിമാരെ നിയത്തി ചെയ്ത് നാളെ വ്യാഴം ഈ 22-ാം തീയതി വരെയുള്ള ഈ വ്യാഴവും തിങ്കളും ഒക്കെ നിങ്ങൾ നോമ്പിട്. ഇടയ്ക്ക് ഒരു 2-3 ദിവസം എക്സ്ട്രാ നോമ്പിട്. അല്ലാണ്ട് നിങ്ങൾ കരയുമ്പോൾ അതിന് ഭയങ്കര വിലയുണ്ട്. ഞങ്ങളെപ്പോലെ അല്ല. നിങ്ങളൊക്കെ പറയുന്നത് നിഷ്കളങ്കരായ മനുഷ്യരാണ്. നിങ്ങളൊക്കെ അള്ളാഹുവിന് പറയുമ്പോൾ അതിന് വിലയുണ്ട്. സഹാബാക്കൾക്ക് വിജയിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. പരസ്പരം തമ്മിലടി ഒഴിവാക്കണം. സഹാബാക്കൾ പരസ്പരം ഐക്യമായിരുന്നു. ഐക്യവും സാഹോദര്യവും സഹാബാക്കൾ നിലനിർത്തിയിരുന്നു. അതാണ് നമുക്ക് ഇന്ന് വേണ്ടത്. ഇന്ന് നമ്മുടെ കുടുംബത്തിലടി, നാട്ടിലടി, മഹല്ലിലടി, വീട്ടിലടി, പഞ്ചായത്തിലടി, മൊത്തം അടിയോടെ അടിയാണ്. എന്നിട്ട് അള്ളാഹ് അടുത്ത് പറയാണ്, പടച്ചോനെ ഞങ്ങളിത് സഹായിക്കണേ, പടച്ചോനെ സഹായിക്കണേ, പടച്ചോനെ. എവിടെ സഹായം കിട്ടാൻ? എവിടെ സഹായം കിട്ടാൻ? സഹാബാക്കൾക്കിടയിൽ ഐക്യമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല വിജയിപ്പിച്ചവിടെ. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ എല്ലാവരും ഇപ്പൊ ഒരുമിച്ച് കൂടിയ സമയത്ത് അള്ളാഹിന്റെ ഭാഗത്തുള്ള സഹായം ഒന്ന് പേടിക്കുന്നുണ്ട്. കേന്ദ്രം ഒന്ന് പേടിക്കുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെ പോയാൽ നമ്മുടെ കൈവിട്ടു പോകും, പ്രശ്നമുള്ള കൈവിട്ട കളിയാ, അല്ലെ പ്രശ്നം ഒന്ന് പേടിക്കും. എല്ലാവരും ഒരുമിച്ച് കൂടിയത് കൊണ്ടാണത്. അത് ഭൗതികമായ ഒരു സഹായം. പക്ഷെ ആത്മീയമായ അള്ളാഹിന്റെ സഹായം നമുക്ക് ഇറങ്ങണോ? നമ്മൾക്കിടയിലുള്ള വിദ്വേഷം നമ്മൾ മാറ്റിയെടുക്കണം. അല്ലാതെ രക്ഷയില്ല, ഒരു രക്ഷയില്ല. 1-2 ഹദീസ് ഒന്ന് കേട്ടോളി.
നമുക്കിടയിലുള്ള വെറുപ്പുണ്ടല്ലോ, കുടുംബക്കാർ കണ്ടാ മിണ്ടൂല, നാട്ടുകാർ കണ്ടാ മിണ്ടൂല, സുഹൃത്തുക്കൾ കണ്ടാ മിണ്ടൂല, രക്തബന്ധുക്കൾ കണ്ടാ മിണ്ടൂല, ജ്യേഷ്ഠൻ അനുജനെ കണ്ടാ മിണ്ടൂല, അനുജൻ ജ്യേഷ്ഠനെ കണ്ടാ മിണ്ടൂല, ചേട്ടത്തി അനിയത്തെ കണ്ടാ മിണ്ടൂല, നാത്തൂനെ കണ്ടാ മിണ്ടൂല. എന്താ സംഭവിച്ചത്? നമ്മളൊക്കെ മുസ്ലിങ്ങൾ പോലും, നമ്മളൊക്കെ മുസ്ലിങ്ങളെ പോലും. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കണേ എൻ്റെ പൊന്നു പെങ്ങളെ, സഹോദരങ്ങളെ. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുന്നവരാരോ, ആഖിറത്തിലെ ദുർവിചാരണയെ ഭയപ്പെടുന്നവരാരാണോ, അവർ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ അവർ കൂട്ടിയിണക്കണേ. വല്ലദീന യൻഖുളൂന അഹദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. ഏതൊരു ബന്ധം ചേർക്കണമെന്നാണോ ഖുർആൻ പഠിപ്പിച്ചത്, ആ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണേ, കൂട്ടിയിണക്കണേ. അത് നിങ്ങൾ ഭിന്നിപ്പിക്കരുതേ, ചിന്ന ഭിന്നമാക്കരുതേ. തമ്മിലടിച്ച് മിണ്ടാതെ സംസാരിക്കാതെ രണ്ട് ഭാഗത്തേക്ക് ആയി പോയാല് നമ്മുടെ നിസ്കാരവും അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമല്ല, ദുആയും സ്വീകാര്യമല്ല. ويخشون ربهم ويخافون سوء الحساب. അല്ലാഹുവിനെ ഭയമുള്ളവരാരാണോ, ആഖിറത്തിന്റെ ദുർവിചാരണയെ ഭയപ്പെടുന്നവരാരാണോ, അവർ തമ്മിൽ ഐക്യത്തിലാകട്ടെ, രമ്യതയിലാകട്ടെ. ഇന്ന് വരെ മിണ്ടാതിരുന്നവരാണോ, സംസാരിക്കാത്തവരാണോ, പുഞ്ചിരിക്കാത്തവരാണോ, സലാം പറയാത്തവരാണോ, നിങ്ങൾ ഇസ്ലാമിന്റെ മക്കളാണോ, മുസ്ലിമീങ്ങളാണോ, ഇന്ന് നിങ്ങൾ തൗബ ചെയ്ത് പിണക്കങ്ങൾ മാറ്റണേ. എങ്കിലേ എൻ്റെ പൊന്നു സഹോദരാ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ നേർച്ച, നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ നാളെ ഒരു നോമ്പ് നേർച്ച നേർന്നാൽ അത് സ്വീകരിക്കണമെങ്കിൽ പരസ്പരം ആരുടെങ്കിലും വിദ്വേഷോ വെറുപ്പോ മിണ്ടാട്ടുണ്ടാ ഉരിയാട്ടൊക്കെ ഉണ്ടാ, അങ്ങനെ മിണ്ടാടക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തോടു കൂടി ക്ലോസ് ചെയ്തിട്ട് സലാം പറഞ്ഞോ. ഇല്ലാതെ നമ്മുടെ വീട്ടിലും ബർക്കത്തിറങ്ങൂല, നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങൂല, നമുക്ക് അല്ലാന്റെ സഹായം ഉണ്ടാവൂല. അത് ഉറപ്പായ കാര്യമാണ്. പരസ്പരം തമ്മിലടി. സഹാബാക്കളുടെ വിജയം പരസ്പര ഐക്യമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു അവരെ സഹായിച്ചു. നമ്മൾ പരസ്പരം കണ്ടാൽ മിണ്ടൂല. ഭയങ്കര വൈരാഗ്യമാണ്, ഭയങ്കര ധാർഷ്ട്യമാണ്, ഈഗോ. എന്ത് ഈഗോ? ആരുടെ മുന്നിൽ ഈഗോ കാണിക്കുന്നത്? നാളെ നരകത്തിൽ പോയി കിടക്കുമ്പോ ഈഗോ ഒന്നും കാണിക്കാൻ ആരും വരൂല അവിടെ. فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله. കുടുംബ ബന്ധം മുറിച്ചവരെ, പരസ്പരം കണ്ടാലും മിണ്ടാത്ത കുടുംബങ്ങളെ, അല്ലാഹുവിന്റെ വാക്കാണ് മക്കളെ. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവർ ശപിക്കപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ ശാപം പേറിയവരാണ്. അവരുടെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, അവരുടെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട, അവരുടെ ഖുർആൻ പാരായണം അല്ലാഹ്ക്ക് വേണ്ട. ആയിരങ്ങൾ പതിനായിരങ്ങൾ അവർ സദഖ ചെയ്യട്ടെ, അവരുടെ സദഖയും അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. കാരണം പരസ്പരം കണ്ടിട്ട് മിണ്ടിയിട്ട് വർഷങ്ങളായി. എന്നാലോ ഇരുകൂട്ടരും നമസ്കാരമുള്ളവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ഉംറയ്ക്ക് പോയവരാണ്, ഹജ്ജ് ചെയ്തവരാണ്. പക്ഷേ ഇന്നേവരെ മിണ്ടാട്ടമില്ല, സംസാരമില്ല. ഞാൻ ആണയിട്ട് പറയുന്നു, അവരുടെ നമസ്കാരവും ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് വെറുതെ പറയുന്ന വാക്കല്ല. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഖബറിൽ രക്ഷ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, മിണ്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് മിണ്ടിക്കോ. അള്ളാന്റെ സഹായമല്ലേ കിട്ടൂല. ദുആ സ്വീകരിക്കൂല, ദിക്ർ സ്വീകരിക്കൂല, ഒന്നും മുകളിലോട്ട് പോകില്ല, തട്ടി നിൽക്കും, കോൺക്രീറ്റിൽ തട്ടി നിൽക്കുന്ന പോലെ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയാണ് ഉൻഷിദുല്ലാഹ അലാ കുല്ലി ഖാതിഇ റഹ്മിൻ ലമ്മാ ഖാമ അന്നാ. ഈ സദസ്സിലുള്ളവരിൽ ആരെങ്കിലും പരസ്പരം മിണ്ടാത്തവരുണ്ടോ? ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണേ, ഞാൻ ആണയിടുകയാണ്. ഉൻഷിദുല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണയിട്ട് പറയുകയാണ്, പരസ്പരം മിണ്ടാത്ത വിഭാഗങ്ങളോ കുടുംബക്കാരോ മഹല്ലുകാരോ ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലമ്മാ ഖാമ അന്നാ, അവർ നമ്മിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ. എന്തേ കാരണമെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നാ നുരീദു അൻ നദ്ഉവ റബ്ബനാ. നമ്മുടെ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹുവാൻ. ആ റബ്ബിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. വ ഇന്ന അബ്വാബൽ ഇജാബ മുർതജത്തുൻ ദൂന ഖാതിഇ റഹീം. ഒരു മഹല്ലിലോ ഒരു തറവാട്ടിലോ ഒരു കുടുംബത്തിലോ ഒരു സദസ്സിലോ പരസ്പരം മിണ്ടാത്തവരുണ്ടെങ്കിൽ ആ സദസ്സിൽ വെച്ച് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിനോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിക്ക് വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, പരസ്പരം മിണ്ടാത്തവരെ ഈ സദസ്സിൽ നിന്ന് ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണേ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞാനിപ്പോ പറഞ്ഞ നിങ്ങൾ എഴുന്നേക്കോ? ഞാനിപ്പോ ഈ സദസ്സിൽ നിന്ന് മിണ്ടാത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോ. ഞങ്ങൾക്ക് ഇവിടെ ദുആരക്കാരൻ്റെ പാനിപ്പറ ഉസ്താദ് വരുന്നുണ്ട്, ദുആരക്കാൻ ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടണം, ദയച്ചിത് എഴുന്നേറ്റ് പോന്ന് പറഞ്ഞാൽ ആരും എഴുന്നേറ്റ് പോ. നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കാത്ത ഇതാ പെങ്ങളെ, നമ്മുടെ ദുആ സ്വീകരിക്കാത്ത ഇതാണ്. നമ്മൾ എത്ര കരഞ്ഞ രാത്രി ദുആരക്കുന്നുണ്ട്, എത്ര മജ്ലിസ് ദുആരക്കുന്നുണ്ട്, എന്നിട്ട് എന്തേ കിട്ടാത്തത്? എന്താ കിട്ടാത്ത? നമുക്ക് നിരാശയുണ്ടോ? അല്ലാഹു ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ലാഹു ദുആ സ്വീകരിക്കാതിരിക്കൂല. പക്ഷെ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് വണ്ടി അങ്ങോട്ട് പോകാത്തത്. മുകളിലോട്ട് കയറുന്നില്ല, സംഭവം മുകളിലോട്ട് കയറുന്നില്ല. കയറാത്ത എന്താ? പ്രശ്നങ്ങളാണ്, പരസ്പര അടിയാണ്. വീട്ടിലോടി, കുടുംബത്തിലോടി, നാട്ടിലോടി, മഹല്ലത്തിലോടി, അടിയോടടി പൊരിഞ്ഞ അടിയാണ്. ജുമാ നിസ്കരിക്കുന്നത് പോലീസ് വണ്ടിയുടെ കാവലിലാണ്. ഞാനിപ്പോ അടുത്ത 1-2 പള്ളിയിൽ പോയിട്ട് ജുമാ നിസ്കാരത്തിന്റെ കാവല് പോലീസ് വണ്ടി. ജുമാ നിസ്കരിക്കാൻ എന്തിനാ പോലീസ് വണ്ടി? ഇമാമിന്റെ മെഹ്റാബിന്റെ അടുക്ക 3-4 പോലീസ്. ഇതെന്താ മക്കലെ ഇമാമാണ്? കേരളത്തിൽ പോലീസ് നിൽക്കുകയാണ് സംഭവം. ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ എപ്പോഴും പോലീസ് വണ്ടി, ഇടിവണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ജുമാ കഴിഞ്ഞാൽ ഇടിച്ചതിനകത്ത് തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് കിടക്കാണ്, വണ്ടി കിടക്കാണ്. നമ്മുടെ മഹല്ലുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാ മഹല്ലുകളിലും, കേരളത്തിന്റെ പല പല മഹല്ലുകളിൽ ഞാൻ സഞ്ചരിക്കുന്ന ആളാണ്. അടിയോടടി. എന്ത് ചെയ്യാനാ? എങ്ങനെ പ്രസംഗിക്കും? എങ്ങനെ ഇമാമത്ത് നിൽക്കാൻ തന്നെ മനസ്സിന് റാഹത്തില്ല. പിന്നെ ആര് നിൽക്കും ഇമാമത്ത്? ഇത് നമ്മളിത് കളഞ്ഞാൽ എന്ത് ചെയ്യും? ആ വിഷമം കൊണ്ട് ഗതിയില്ലാതെ നിന്നു പോവുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഇമാമിന് പറയാൻ പറ്റുമോ? ഇമാമിന് മെമ്പറിൽ നിന്ന് എന്തെങ്കിലും കാര്യം പറയാൻ പറ്റുമോ? പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഉടനെ പ്രസിഡന്റ് അടുത്ത കത്തോട് ഇയാൾ അടുത്ത ആഴ്ച പറഞ്ഞ പോടോന്ന് പറയും. തീർന്നില്ലേ? പിന്നെ ഉടനെ ഇമാമിനെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്ത് അയാളെ കൊണ്ടുവന്നില്ലേ പ്രസിഡന്റ് നിന്നെ പൊക്കിയെടുത്ത് ഞങ്ങൾ കണക്ട് ചെയ്യുമെന്ന് അറിയും. അടിയായി അവിടെ. അപ്പൊ ഇമാമിന്റെ ഭാഗം ഒരു ഭാഗം, പ്രസിഡന്റിന്റെ കൂട്ടത്തിൽ ഒരു ഭാഗം. പിന്നെ അവിടെ തമ്മിലടിയ ഒരു മഹൽ രണ്ടായിട്ട് മാറുകയാണ്. ഒരു മഹല് രണ്ടായിട്ട് പിരിയാണ്. അപ്പം അള്ളാഹ് ഭയമുള്ള ഇമാമാണെങ്കിൽ പറയും, സഹോദരങ്ങൾ ദയവ് ചെയ്ത് പ്ലീസ് ഞാൻ അങ്ങ് പോയേക്കാം, എൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്, തമ്മിലടിക്കരുത്, നമ്മൾ രണ്ടായിട്ട് പിരിയാൻ പാടില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ഞാൻ അങ്ങോട്ട് മാറാം. അതാണ് ഏറ്റവും നല്ലത്. ഇമാം അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രശ്നമാണെങ്കിൽ അള്ളാഹ് മാസലാം വണ്ടി വിട്ട് പോകണം. കാരണം ഇഷ്ടം പോലെ പള്ളിയുണ്ട്. ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 60 വർഷം ജോലി ചെയ്യാനുള്ള പള്ളിയുണ്ട്. ഒരു മാസം ഒരു പള്ളി നിന്നാൽ മതി. ഞങ്ങൾ അങ്ങനെ കണക്കൂട്ടി വെച്ചിരിക്കുക. 60 വയസ്സ് വരെ. 60 വയസ്സ് വരെയൊക്കെ ഈ സ്വരം കാണത്തുള്ളൂ. സ്വരം കളഞ്ഞാൽ പിന്നെ മൊയ്ലിയാരും തങ്ങളെ ഒന്നും ആർക്കും വേണ്ട. സ്വരം പോയി. അപ്പോൾ ഒരു മാസം ഒരു പള്ളി നിന്നാൽ മതി. അങ്ങനെ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ജോലി ചെയ്യാനുള്ള പള്ളിയുണ്ട് 60 വർഷം വരെ. പിന്നെ നമ്മൾ കോട്ടയം ജില്ല, എറണാകുളം ജില്ല ഒക്കെ വരുമ്പോൾ പിന്നെ 10-90 വയസ്സ് വരെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ജീവിക്കാമല്ലോ. ഒരു മാസം നിന്നാൽ മതി.
ഒരു മാസം നിന്നാ മതി. ഉള്ള ഹക്ക് തുറന്നു പറഞ്ഞിട്ടിപ്പോ എന്തിനാ അവിടെ കടിച്ചു കിടക്കാൻ പോണത്? എല്ലാ പള്ളികളിലും പോ, എല്ലാ മഹല്ലത്തിലും പോ, എല്ലാ മഹല്ലിലും പോയിട്ട് നമ്മുടെ ദീനും ദഅവത്തും പ്രചരിപ്പിക്ക്. അറിയട്ടെ, 10 പേരോട്ടുള്ള ബന്ധം ഉണ്ടാകട്ടെ, ആളുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മളതിനെ പേടിക്കുന്നത്. അള്ളാഹ് അല്ല നമ്മുടെ റിസ്ക് തരുന്നത്, കമ്മിറ്റിക്കാരല്ലല്ലോ. അള്ളാഹ് അല്ല നമ്മുടെ റിസ്ക് തരുന്നത്. നമ്മൾ ആരെ പേടിക്കാനാണ്? ഉള്ളത് തുറന്നു പറ. ഞാൻ എൻ്റെ ഏത് പള്ളിയിൽ ജോലി ചെയ്താലും ഞാൻ കമ്മിറ്റിക്കാരെ തമ്മാടിത്തരം എല്ലാം കണ്ട ഞാൻ വിളിച്ചു പറയും. എനിക്കൊരു പേടിയൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ പറഞ്ഞു വിടുക. അതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ സാധനമൊക്കെ വീട്ടിലായിരിക്കുന്നത്. കറക്റ്റായിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് വരാൻ വേണ്ടിയുള്ള സാധനം കൊണ്ടുവരും. ജുമാ കഴിഞ്ഞ് അപ്പോഴേ പോകും. അടുത്ത ആഴ്ച വേണ്ട പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒന്നും പറക്കാനൊന്നുമില്ല, അലമാരിയിൽ നിന്നൊന്നും പറക്കിക്കൊണ്ട് പോകാനൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല. എവിടെയും ധൈര്യമായിട്ട് പോകാം. പച്ചയ്ക്ക് വിളിച്ചു പറയുകയും ചെയ്യാം. അലിമിങ്ങളുടെ ബാധ്യതയല്ല ഇത്. മഹല്ലുകളിൽ കാണിക്കുന്ന തെമ്മാടി തരുന്ന എന്താ? മഹല്ലിൽ അധികാരം കിട്ടാൻ വേണ്ടി പിടിച്ച് കടിച്ചു തൂങ്ങല്ലേ. ഈ മഹല്ലിൽ അധികാരം കിട്ടി ഇവർക്ക് എന്ത് കിട്ടാനാണ്? അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രസിഡന്റ് പദവി, ഒരു സെക്രട്ടറി പദവി കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ്? ഇതെന്താ പഞ്ചായത്താ, അല്ലെ മുനിസിപ്പാലിറ്റിയാ, അല്ലെ കോർപ്പറേഷനാ? ഈ മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ? മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? അതാദ്യം പഠിക്കുക. എന്താ ഈ മസ്ജിദ്? നിങ്ങൾക്കറിയാം മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? നമ്മളൊക്കെ മസ്ജിദിൽ പോയി നമ്മൾ സാധാരണ പറയുന്ന പാക്കെന്താ? പള്ളി എന്നാ. അതാ കുഴപ്പം വന്നു പോയത്. നമ്മളൊക്കെ അങ്ങനെ ശീലിച്ചു പോയി. പള്ളിക്ക് എവിടെ പോടാ? പള്ളിക്ക് പോകണം. ക്രിസ്ത്യാനിൽ വെച്ചാ ശോശാമേ നീ എവിടെ പോവാ? പള്ളി പോവാന്ന് പറയും. എലിയാമേ നീ എവിടെ പോന്ന്? പള്ളി പോവാണ്. എന്താ പള്ളിയിൽ അച്ഛൻ്റെ കുർബാന ഉണ്ട്, ഞാൻ പോവാണ്, പള്ളിയിൽ പോവാണ്. സുലൈമാൻക്ക് അങ്ങോട്ട് പോന്ന്, പള്ളിയിൽ പോവാണ്. എന്താ മൊയ്ലിയാരെ കുർബാന ഉണ്ട്, കേൾക്കാൻ പോവാണ്. നമ്മൾ പറയുന്ന വാക്കതാ പള്ളി എന്നാണ്. അല്ലാഹു തആല നമുക്ക് ഉപയോഗിച്ച വാക്ക് മസ്ജിദ് എന്നാണ്. നമ്മളാരും അത് ഉപയോഗിക്കാറില്ല. എന്നാ ഹിന്ദുക്കൾ മന്ദിർ കിധർ ജാത്തെ? മന്ദിർ കു ജാത്തെ. മന്ദിർ കു ജാത്തെ. അവര് മന്ദിർ എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. അവര് മന്ദിർ എന്ന് ഉപയോഗിക്കുന്നു. നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ മസ്ജിദ് എന്ന്? നമ്മളെവിടെ ഉപയോഗിക്കുന്നത്? പേരിൽ മാത്രം. മുഹയ്യിദ്ദീൻ മസ്ജിദ്, ജുമാ മസ്ജിദ്, മുഹയ്യിദ്ദീൻ ജുമാ മസ്ജിദ്. അതല്ലാതെ എവിടെ പോവാം? മസ്ജിദിൽ പോകണം. നമ്മളാരും പറയില്ല പള്ളി പോ. അങ്ങനല്ലേ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്? അങ്ങനെയാണോ? മാറ്റിയെടുക്കണം. നമ്മളിത് പറഞ്ഞു നമ്മളും പ്രസംഗത്തിൽ പറയുന്ന വാക്ക് പള്ളി എന്നായിപ്പോയി അല്ലേ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കല്ല. ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു തആല മസ്ജിദാൻ ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ അല്ലാഹു പറഞ്ഞ മസ്ജിദ് എന്നുള്ളത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അബദാ. വഅന്നൽ മസാജിദ് അല്ലാഹു പറഞ്ഞ വാക്കാണ്. ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ മസ്ജിദ് അല്ലാഹു ഉപയോഗിക്കുന്ന വാക്കുകളാണ് പരിശുദ്ധ ഖുർആനിലൊക്കെ. മസ്ജിദ് എന്നാണ്. മസ്ജിദ് എന്ന് പറഞ്ഞ ഭാഷാർത്ഥം എന്താണ്? ഇദാ ഉളിഅ ജബ്ഹതുഹു അലൽ അർദ്. അവൻ ഭൂമിയിൽ അവൻ തല വെക്കുന്നതിനാണ് മസ്ജിദ് എന്ന് പറയാ. അതാണ് അതിന്റെ അർത്ഥം. നെറ്റിത്തടം കൊണ്ട് സമർപ്പിക്കുന്നതിന്. രണ്ടാമത് ശർഇൽ അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം അതെവിടെ? ഭൂമി മുഴുവനും അല്ലാഹു നമുക്ക് മസ്ജിദാക്കി തന്നിരിക്കുകയാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ചെയ്ത ഒരു നിഅമത്താണ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് നമസ്കരിക്കാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജുഇലതി ലി അൽ-അർളു മസ്ജിദൻ വ തഹൂറാ. ഞാൻ എവിടേക്ക് പോയാലും അല്ലാഹു ഭൂമി എനിക്ക് മസ്ജിദാക്കി തന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നിസ്കാര സമയമായോ? ഇവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. നിങ്ങൾ പ്രതിഷേധത്തിന് വേണ്ടി ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയാൽ മുസല്ലയിട്ട് അവിടെ നിസ്കരിക്കാം. ഹൈവേ ബ്ലോക്ക് ചെയ്യാണോ? നിങ്ങൾ അവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. പമ്പിൽ കയറിയാൽ അവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഈ ആഖിറുമ്മത്തിന്റെ പ്രത്യേകതയാണ്. ജുഇലതി ലി അൽ അർളു മസ്ജിദൻ വ തഹൂറാ. ഈ ഭൂമി അല്ലാഹു എനിക്ക് മസ്ജിദാക്കി ശുദ്ധമാക്കി വെടിപ്പാക്കി നൽകി. ഫഅയ്യുമാ റജുലിൻ അദ്റകതുഹു സ്വലാ. ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ നമസ്കാരത്തിന്റെ സമയമായാൽ ഫൽയുസല്ലി, അവൻ ആ മണ്ണിൽ നമസ്കരിച്ചു കൊള്ളട്ടെ. എവിടെയാണോ അവിടെ നമസ്കരിച്ചു കൊള്ളട്ടെ. അല്ല പള്ളിയുടെ മിനാരം തിരക്കി ഇങ്ങനെ പോകണ്ട.
പള്ളിയുടെ മിനാരം തിരക്കി പള്ളി കണ്ടില്ല അടാ അസർ ഇപ്പൊ ഖലാവ് 6:10 വാങ്ങ അസർ നിസ്കരിച്ചില്ല ടെൻഷൻ അസർ നിസ്കരിച്ചില്ല. എന്തിന് ടെൻഷൻ അടിക്കണം? പള്ളി കാണണ്ട, നീ സൈഡിൽ വണ്ടി നിർത്ത്. നിന്റെ കയ്യിൽ ഇപ്പൊ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടല്ലോ, മൊബൈലൊക്കെ ഉണ്ടല്ലോ, ഖിബ്ല നിർണയിക്ക്, അവിടെ നിസ്കരിക്ക്. അതാ ഈമാന്റെ പവർ. അവിടെ നമസ്കരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കതാണ്. നിങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിലെ നിസ്കാരം എന്ത് ഖലാക്കോ? നിസ്കാരം ഖലാകുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കണം അവിടെ. അതാണ് വേണ്ടത്. അല്ല സ്ഥലമില്ല, അത് വൃത്തികേട, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല ഭൂമി നമുക്ക് വെടിപ്പാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ വൃത്തികേടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പോയിട്ട് മലമൂത്രത്തിന്റെ മുകളിൽ നിസ്കരിക്കൂലല്ലോ. നമുക്ക് എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്, അവിടെ നിസ്കരിക്കണം, ഖലാക്കാൻ പാടില്ല. ഇസ്ലാമിക നിയമം അതാണ്. വിനോദത്തിന് പോകുമ്പോ, കറങ്ങാൻ പോകുമ്പോ, അടിച്ചുപൊളിക്ക് പോകുമ്പോ, എന്റെ പൊന്നു സഹോദരിമാരെ, ഈ വിനീതൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരിമാര് ആ പാർക്കിലൊന്നും നിസ്കരിക്കുന്നത് കാണുന്നില്ല. മഗ്രിബ് ഖലാ അല്ലേ, അസർ ഖലാ അല്ലേ, തന്റെ മക്കളെ കൊണ്ട് കറങ്ങുന്നതിനൊരു കൂസലില്ല, നമസ്കാരം ഖലാവുകയാ. എന്റെ പൊന്നു പെങ്ങളെ, ഒരു മുസല്ല വിരിച്ചു നിനക്ക് ആ പാർക്കിന്റെ ആ ചെടിയുടെ ഓരത്ത് പരിശുദ്ധമായ അസറോ മഗ്രിബോ നിനക്ക് നമസ്കരിച്ചുകൂടെ? ആ മണ്ണ് നിനക്ക് നാളെ സാക്ഷ്യം വഹിക്കുകയില്ലേ? അവിടെ വേറൊരു ഗുണം കൂടി ഉണ്ട്. നമ്മൾ എവിടെ നിസ്കരിച്ചാലും ആ സ്ഥലം നാളെ ആഖിറത്തിൽ നമുക്ക് സാക്ഷി പറയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി ഫീ ബുഖഅത്തിൻ മിൻ ബുഖാഇൽ അർളി ഇല്ലാ ശഹിദത് ലഹു യൗമൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ദാസന്മാരിൽ നിന്നോ ദാസിമാരിൽ നിന്നോ ആരെങ്കിലും ഭൂമിയുടെ മുകളിൽ എവിടെയാണോ അവർ നമസ്കരിക്കുന്നത്, ആ മണ്ണ് അവർക്ക് വേണ്ടി നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമത്രേ. അല്ലാഹുവേ, എന്റെ മണ്ണിൽ നിന്റെ ദാസൻ നെറ്റിത്തടം വെച്ച മണ്ണാ, നിന്റെ ദാസി നെറ്റിത്തടം വെച്ച മണ്ണാണ് നാദാ, ഞാനതിന് സാക്ഷ്യമാണ് അല്ലാ. നമ്മൾ യാത്ര ചെയ്യുമ്പം ഹൈവേ റോഡ് നാളെ നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കുക. ഹൈവേ റോഡ്, പമ്പ്, പാർക്ക്, ബീച്ച് അനുകൂലമായിട്ട് നിൽക്കും. നിസ്കരിക്കണം. അവിടെ പോയിട്ട് കാട്ടിൽ കറങ്ങാൻ പോകുമ്പോൾ കാട്ടിൽ നിസ്കരിക്കണം. പുലി പറയിക്കൂടെ വന്നാലോ? അതാ അള്ളാഹെ പേടിയില്ലാത്തോണ്ടാ പുലിയെ പേടിക്കുന്നത്. അള്ളാഹെ പേടിയില്ല. നമ്മൾ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളും നമ്മളെ പേടിക്കും. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നിസ്കരിച്ചു നോക്കുക. അതൊക്കെ കാടൊക്കെ നാളെ നമുക്ക് സാക്ഷി പറയും. നമുക്ക് വേണ്ടി സാക്ഷി പറയും. ഞങ്ങൾ പറഞ്ഞ വാക്കല്ലേ?